ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെയുള്ള ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. ആദ്യമായി നമുക്ക് ഒരു സ്ലൈഡ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു റോഡിൻ്റെ ഇമേജ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനെ ഞാൻ കോപ്പി ചെയ്തുകൊണ്ട് നമ്മുടെ പവർ പോയിന്റിൽ ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ ഈ ഇമേജ് ഈ സ്ലൈഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫിൽ എന്നുള്ള ഈ ഓപ്ഷനിൽ പിക്ചർ ഓർ ടെക്സ്ചർ ഫിൽ സെലക്ട് ചെയ്ത് ഫ്രം ക്ലിപ്പ് ബോർഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഇമേജ് ഈ സ്ലൈഡിന് ബാക്ക്ഗ്രൗണ്ടായി ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലൈഡിലേക്ക് ഒരു 3D മോഡൽ ആഡ് ചെയ്യാം. അതിനായി ഞാനിവിടെ ഇൻസേർട്ട് എന്ന ടാബിൽ നിന്നും 3D മോഡൽ സെലക്ട് ചെയ്ത് സ്റ്റോക്ക് 3D മോഡൽസ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഈ സെർച്ച് ബാറിൽ കാർ എന്ന് ടൈപ്പ് ചെയ്ത് അതിനെ സെർച്ച് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് കാറിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ 3D മോഡൽസും ഇവിടെ കാണാം. അതിൽ നിന്നും നമുക്കിഷ്ടമുള്ള 3D മോഡൽ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് നൽകുക. ഈ ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ ഈ 3D മോഡൽ സെലക്ട് ചെയ്ത് അതിനെ ഒരല്പം റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ സൈസ് പരമാവധി റെഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ ഇവിടെ അറേഞ്ച് ചെയ്യുകയാണ്. ശേഷം ഞാൻ ഈ സ്ലൈഡ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അതിനായി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ സ്ലൈഡ് പെയിനിൽ നമുക്ക് ആവശ്യമുള്ള സ്ലൈഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം Ctrl+D എന്നുള്ള ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്നു. സോ നമുക്ക് ഒരു സ്ലൈഡ് കൂടി ഇവിടെ ആഡ് ആയതായി കാണാം. ഇനി ഈ രണ്ടാമത്തെ സ്ലൈഡിൽ ഞാൻ ഈ കാറിൻ്റെ 3D മോഡലിനെ മാക്സിമം സൈസ് ഇൻക്രീസ് ചെയ്തതിന് ശേഷം അതിനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു പൊസിഷനിൽ കീപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഈ സ്ലൈഡിലേക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതിനായി ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇതിലേക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്യുകയാണ്. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഫോണ്ടും സൈസും ഞാൻ ഇൻക്രീസ് ചെയ്ത് നൽകുന്നു. അതോടൊപ്പം ലെറ്റേഴ്സിൻ്റെ കളർ വൈറ്റ് നൽകുകയാണ്. ഇനി ഞാൻ ഈ ടെക്സ്റ്റ് ബോക്സ് ഒന്നാകെ കോപ്പി ചെയ്ത് നമ്മുടെ ആദ്യത്തെ സ്ലൈഡിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് ബോക്സിനെ സ്ലൈഡ് ഏരിയയ്ക്ക് പുറത്തേക്ക് ഇതുപോലെ മൂവ് ചെയ്ത് വെക്കും. ഇനി നമുക്ക് ഈ കാറിൻ്റെ 3D മോഡലിന് എൻജിൻ്റെ മൂവ്മെൻറ്റ് നൽകുന്നതിനായി ചെറിയൊരു ആനിമേഷൻ നൽകാം. അതിനായി ഞാനിവിടെ ഈ 3D മോഡൽ ക്ലിക്ക് ചെയ്ത് ആനിമേഷൻസ് എന്ന ടാബിൽ നിന്നും ഈ ഡ്രോപ്പ് ഡൗൺ മെനു സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ എംഫസൈസ് എന്ന ഗ്രൂപ്പിൽ സ്പിൻ എന്നുള്ള ഈ ഒരു ആനിമേഷൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കാറിൻ്റെ മോഡൽ ഒന്നാകെ റൊട്ടേറ്റ് ആവുന്നത്. നമുക്ക് അതല്ല ആവശ്യം. സോ ഞാനിവിടെ വീണ്ടും ഈ 3D മോഡൽ സെലക്ട് ചെയ്ത് ഇവിടെ ആനിമേഷൻ പെയിൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ ഈ ആനിമേഷൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ആനിമേഷൻ്റെ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് എമൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ സെലക്ട് ചെയ്ത് ഇവിടെ കസ്റ്റം എന്നുള്ള ഈ ഒരു ഏരിയയിൽ 0.5 ഡിഗ്രി നൽകി 0.5 ഡിഗ്രി നൽകുകയാണ്. അതോടൊപ്പം ഇവിടെ ഓട്ടോ റിവേഴ്സ് എന്നുള്ളതും ടിക്ക് ചെയ്യുന്നു. വീണ്ടും ഇവിടെ ടൈമിങ്ങിൽ റിപ്പീറ്റ് എന്നുള്ളത് അൺടിൽ എൻഡ് ഓഫ് സ്ലൈഡ് എന്നുള്ള ഈ ഓപ്ഷൻ നൽകുന്നു. അതോടൊപ്പം ഇവിടെ ഡ്യൂറേഷൻ 0.05 സെക്കൻഡ് നൽകുന്നു.
ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ആനിമേഷൻ്റെ സ്റ്റാർട്ടിങ് വിത്ത് പ്രീവിയസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനും നൽകുന്നു. ഇനി നമുക്കിതിൻ്റെ പ്രിവ്യൂ ഒന്ന് കണ്ടു നോക്കാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ കാറ് ചെറുതായി വൈബ്രേറ്റ് ആവുന്നത്. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന എമൗണ്ട് കൂടുതലായി തോന്നുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിഗ്രി കുറച്ചുകൂടി കുറച്ച് നൽകാവുന്നതാണ്. ഇനി നമ്മുടെ ഈ സ്ലൈഡുകൾക്ക് ഒരു ട്രാൻസിഷൻ അപ്ലൈ ചെയ്യാം. അതിനായി ഞാൻ ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് രണ്ടാമത്തെ സ്ലൈഡും സെലക്ട് ചെയ്യുന്നു. തുടർന്ന് ഇവിടെ ട്രാൻസിഷൻസ് എന്ന ടാബിൽ നിന്ന് മോർഫ് ട്രാൻസിഷൻ സെലക്ട് ചെയ്യുകയാണ്. സോ ഇനി നമുക്ക് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. വളരെ സ്മൂത്തായി നമ്മുടെ സ്ലൈഡ് ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊരു സ്ലൈഡിലേക്ക് ട്രാൻസിഷൻ ആവുന്നത് ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. സോ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.